ഹായ് എവ്രി വൺ, ഞാൻ തൻസീൽ മുഹമ്മദ്. ഞാൻ സൈലത്തിലെ മാത്സ് ഫാക്കൽറ്റിയാണ്. അതുകൂടാതെ ഞാൻ IIT മദ്രാസ് അലുമിനസ് കൂടിയാണ്. ഞാൻ 2018-22 ബാച്ചിൽ IIT മദ്രാസിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിലാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. ഞാനും ഒരു റിപ്പീറ്ററായിരുന്നു. ഞാൻ ഫസ്റ്റ് പ്ലസ് ടുവിൽ നിന്ന് കീമൊക്കെ എഴുതിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിയിരുന്നു. അന്ന് 372 റാങ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കേരളത്തിലെ നല്ല കോളേജിലൊക്കെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു. പക്ഷേ ഞാനതൊന്നും സെലക്ട് ചെയ്യാതെ റിപ്പീറ്റ് ചെയ്യാണ് ഉണ്ടായത്. കാരണം എനിക്ക് IIT എന്ന് പറഞ്ഞത് ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു, കുറച്ചും കൂടി കഷ്ടപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയി. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് IIT എന്ന് പറഞ്ഞ് എൻ്റെ ഡ്രീമിലേക്ക് എത്താൻ പറ്റിയത്. റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് കീമിലും പിന്നെ JEE മെയിനിലും അഡ്വാൻസിലും ഒക്കെ നല്ല റാങ്ക് വന്നു. അങ്ങനെയാണ് IITയിൽ എനിക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയത്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായൊരു തീരുമാനമായിരുന്നു. കാരണം അങ്ങനെയാണ് എനിക്ക് IITയിൽ എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ IITയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ NIRF റാങ്കിങ് എന്ന് പറയും. ഇന്ത്യയിലെ കോളേജുകളുടെ നമ്മുടെ റാങ്കിങ് സിസ്റ്റം അതാണ്. അതിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് IIT മദ്രാസ് ആണ് ഇന്ത്യയിലെ നമ്പർ 1 കോളേജ്. അപ്പോൾ IITനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസും ഫെസിലിറ്റീസും ഒക്കെ വേൾഡ് ക്ലാസ് ആണെന്ന് തന്നെ പറയാം. കരിക്കുലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കരിക്കുലമാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ടെക്നോളജി പിന്നെ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ക്ലാസ് ആണ്. എക്സ്പീരിയൻസ്ഡ് പ്രൊഫസേഴ്സാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നൊരു ഗ്ലോബൽ എക്സ്പോഷർ ഉണ്ട്. പിന്നെ പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെക്കിൻസി ഒക്കെ പോലത്തെ വലിയ കമ്പനീസിൽ നിന്നാണ് നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. പിന്നെ പ്രീ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ കിട്ടുന്ന പിയർ ഗ്രൂപ്പ് നമ്മുടെ പോലെ തന്നെ JEE ഒക്കെ ക്വാളിഫൈ ചെയ്ത് വരുന്നവരാണല്ലോ അവിടെ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വളരെ ക്രീമായിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നമ്മുടെ കൂടെ അവിടെ പഠിക്കാനുള്ളതും. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ഇടപഴകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റും നമ്മുടെ ഇൻ്റലക്ച്വൽ സ്റ്റാൻഡേർഡ് കൂടുന്നു. അങ്ങനെ നമുക്ക് തന്നെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് പേഴ്സണലി നമുക്ക് IITയിലൂടെ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് സാധ്യമാവുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ അക്കാഡമിക്സ് മാത്രമല്ല, അവിടെ അതുകൂടാതെ അവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റ്, ടെക് ഫെസ്റ്റ്, സ്പോർട്സ് അങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് ആസ് എൻ IITian നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു IITian എന്ന് പറഞ്ഞ ആ ടാഗിന് വല്ലാത്തൊരു റെസ്പെക്റ്റും റെക്കഗ്നീഷനും ഒരു വാല്യൂ ആണ്. അത് നിങ്ങൾക്ക് എവിടെ ചെന്നാലും കിട്ടും. ഇപ്പോൾ എനിക്ക് ആദ്യം പ്ലേസ്മെൻറ്റ് കിട്ടിയ കമ്പനിയിൽ, അപ്പോൾ അവിടെ ചെന്നിട്ട്, ഇപ്പോൾ ആ കമ്പനിയിലൊരു US കമ്പനി ആയിരുന്നു, അപ്പോൾ അവിടെ ചെന്നിട്ടൊരു IITian ആണെന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ആൾക്കാരുടെ ഇടയിൽ മാത്രമല്ല, വലിയ ആൾക്കാർക്കിടയിൽ ചെന്ന് പറയുമ്പോഴും IITian ആണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും റെക്കഗ്നീഷനും ഉണ്ട്. അത് വിലമതിക്കാനാവാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു IITian എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിതെല്ലാം സാധ്യമാക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഡിസിഷനാണ് ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് കാണുന്നത്. അന്ന് എനിക്ക് കിട്ടിയ ഒരു കോളേജിൽ സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ ഇരുന്ന് സംസാരിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പിന്നീട് ലൈഫിൽ വന്ന അച്ചീവ്മെൻ്റ് ഒക്കെ ഐ വുഡ് സേ ഈസ് ബിൽട്ട് ഓൺ ദിസ്. ഒരു ബീയിങ് ആൻ IITian എന്നുള്ളതിൻ്റെ പുറത്താണ് കെട്ടിപ്പടുത്ത് എനിക്ക് വേണ്ടി പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്ഷനിൽ സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ എയിം ഫോർ ബിഗ്. നിങ്ങൾ എന്തായാലും ഇത്ര വരെയൊക്കെ എത്തി. അപ്പോൾ ഇനിയും കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു പടി മേലേക്ക് എത്താൻ പറ്റും. ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും എന്നൊക്കെ പറയുന്ന പോലെ യു ക്യാൻ ട്രൈ യുവർ ബെസ്റ്റ് ഷോട്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വേർത്ത് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് വേർത്ത് ഇറ്റ് ആണോ എന്ന് ചോദിച്ചാൽ വളരെ വേർത്ത് ഇറ്റ് ആണ്. ബിക്കോസ് ഞാൻ തന്നെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇഫ് യു വാണ്ട് ടു അച്ചീവ് സംതിങ് ബിഗ് ദെൻ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് ഓപ്ഷൻ. അപ്പോൾ സൈലത്തിൻ്റെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡെസിഷൻ എടുത്തിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഡ്രീം എന്താണെങ്കിലും നമുക്ക് അതിലേക്ക് പഠിച്ച് മുന്നേറാം, JEE ക്രാക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.